നിങ്ങൾക്ക് എഡിറ്റിംഗ് പറ്റിയ ഒരു നോളജും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് VN വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും iOSലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രീ ആണ്, വാട്ടർ മാർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ് VN വീഡിയോ എഡിറ്ററിൻ്റെ ഒരു തുറന്നാലുള്ള രൂപം, ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നീല കളറിൽ പ്ലസ് ഐക്കൺ കാണാം, അത് നിൽക്കുക, എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസും കാണാവുന്നതാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ എന്നൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2-3 വീഡിയോസാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നീല കളറിൽ എയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ടാബിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് എഡിറ്റിംഗ് ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ഇതിനകത്തുള്ള ടൂൾസുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്കിത് പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലേ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് കുറച്ച് ലാഗ് ആയതുകൊണ്ടാണ് ചില ഭാഗങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. കാരണം എൻ്റെ ഫോണിൽ കുറച്ച് ലാഗായിട്ടാണ് ഈ VN വീഡിയോ എഡിറ്റർ വർക്ക് ആകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ സ്ക്രീനിലായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്, സൗണ്ട്. അതായത് ഈ വീഡിയോ 3 വീഡിയോ ഉണ്ടല്ലോ, ഈ 3 വീഡിയോനകത്തും എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ ആ സൗണ്ട് ഒഴിവാക്കാനുള്ളതാണിത്. ഈ 3ാമത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ അതൊക്കെ ഈ ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ 3 വീഡിയോയിൽ ഒരുമിച്ച് മ്യൂട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇപ്പോൾ ഈ 2 വീഡിയോയിലെ ഈ സൗണ്ട് എനിക്ക് വേണം, ഈ 3ാമത്തെ വീഡിയോയിലെ സൗണ്ട് എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വോളിയം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് അതങ്ങ് ഇത് നിങ്ങൾക്ക് കുറച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാൽ മതി. എന്നിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള വീഡിയോ സൗണ്ട് കേൾക്കത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കൺ ഞെക്കുക, എന്നിട്ട് വീഡിയോ ഓർ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ അല്ലെ ഫോട്ടോ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു എന്താ പറയുക ബ്ലാക്കോ വൈറ്റോ ലെയർ ആഡ് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ ഞെക്കി കഴിഞ്ഞാൽ അവിടെ വൈറ്റോ ബ്ലാക്കോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റേഴ്സാണ്. അതായത് ഈ വീഡിയോനകത്തേക്ക് എന്തെങ്കിലും നമ്മൾ സാധാരണ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യണം. കുറേ ഇതിനകത്ത് നമ്മൾ മറ്റുള്ള എഡിറ്റിംഗ് ആപ്പിനെക്കാളും കൂടുതൽ ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്താണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട കുറേ ഫിൽറ്റേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പഴയ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ ഒറിജിനൽ ഞെക്കിയിട്ട് ഈ ഒറിജിനൽ ഞെക്കി കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ പ്ലസ് ഒക്കെ ഞെക്കി ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ലൈറ്റ് റൂമിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലത്തെ പ്രീസെറ്റ്സുകൾ ഉണ്ടാവും, അപ്പോൾ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പോഷറും അതുപോലെ ഈ നമ്മളിപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ്. ഓക്കെ, അതുപോലെ കോൺട്രാസ്റ്റ്, അതുപോലെ ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ, കളർ കൂട്ടുന്നത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് എഡിറ്റിങ്ങിൻ്റെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ട്രിം ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഏത് ഭാഗമാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗം മുതൽ സ്പ്ലിറ്റ് നിൽക്കാം. ഇത് ഈ ബാക്കോട്ടിൽ ഈ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പോയി. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആ ഭാഗം കട്ടാകുന്നതാണ്. തുടക്കത്തിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, പിന്നെ ഈ നമ്മളെന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഡിറ്റ് തെറ്റാണ്, അപ്പം ബാക്കോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിൽക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ചെയ്ത എഡിറ്റിംഗ് ഒക്കെ ബാക്കോട്ടേക്ക് പോകുന്നതാണ്. നമ്മളെന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി കണ്ടില്ല ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മിന്നിയും കറങ്ങുന്നതും അങ്ങനത്തെ കുറേ എഫക്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. എഫക്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് അതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഗ്രീൻ കളർ കാണാൻ വേണ്ടിയില്ല, ഈ ഒരു ഭാഗത്താണ് എഫക്ട്സ് ആഡ് ചെയ്തത്, ആ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എഫക്ട്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് നോൺ ആക്കി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങോട്ടേക്ക് നീക്കിക്കഴിഞ്ഞാൽ സ്ലോയിലായിട്ട് പോകും, ഇങ്ങോട്ടേക്ക് നീക്കിക്കഴിഞ്ഞാൽ സ്പീഡായിട്ട് നിങ്ങളുടെ വീഡിയോ പോകുന്നതാണ്. 1x ഇട്ട് കഴിഞ്ഞാൽ നോർമൽ എന്നാണ് അർത്ഥം. അതുപോലെ പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ ഫെയ്ഡിനെ അതിനെപ്പറ്റി ഞാൻ പറയാം. പിന്നെ വീഡിയോ ക്രോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഭാഗം ക്രോപ്പ് ചെയ്തെടുക്കാൻ, റൊട്ടേറ്റ് ഇങ്ങനെ കറക്കി എടുക്കാൻ വേണ്ടിയിട്ട്, മിറർ ചെയ്യാൻ അതായത് തലതിരിഞ്ഞ് വെക്കാൻ, ഫ്ലിപ്പ് ചെയ്യാൻ അടിയിൽ മുകളിലോട്ടേക്ക് വെക്കാൻ, പിന്നെ വീഡിയോ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയാണുള്ളതെങ്കിൽ ആഡ് ചെയ്ത പാട് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫിറ്റും ഫില്ലും. പിന്നെ കുറേ ഓപ്ഷൻസുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വീഡിയോനകത്ത് എന്തെങ്കിലും
സൗണ്ട് ഉണ്ടെങ്കിൽ ആ സൗണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എക്സ്ട്രാക്റ്റ് ഓടിയാക്കിയാൽ മതി. അപ്പോൾ ആ വീഡിയോനകത്തുള്ള സൗണ്ട് ഇവിടെ മുകളിലായിട്ട് വരും. എന്നിട്ട് ആ സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട ഭാഗത്ത് ആഡ് ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, പിന്നെ റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷന്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് ഒരു എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഇവിടെ 3 വീഡിയോ ആണല്ലോ ആഡ് ചെയ്തത്. അപ്പോൾ ഈ 3 വീഡിയോ വെച്ചിട്ട് ഞാനൊരു പാട്ടിനനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പാട്ടിൻ്റെ ഓപ്ഷൻ ഇതാണ്, +ഒക്കെ ഞെക്കുക, എന്നിട്ട് മ്യൂസിക് കയറി മൈ മ്യൂസിക് ആക്കിയിട്ട് ഇവിടെ നമുക്ക് 3 രീതിയിൽ ഇപ്പോൾ ലിങ്ക് വെച്ചിട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അധികം അറിയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ആപ്പ് ഉണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഫയൽ മാനേജറിനകത്ത് പോയി നിങ്ങളെ മ്യൂസിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ, അതായത് നിങ്ങളുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോനകത്തുള്ള മ്യൂസിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മ്യൂസിക് കിട്ടുന്നതാണ്. ഓക്കെ, ആ വീഡിയോ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ഇതിലൂടെ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ആഡ് ടു എന്നുണ്ട്. അതൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് ആ ഒരു മ്യൂസിക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൈ മ്യൂസിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈ അതിനകത്തേക്ക് ആ ഒരു ഓഡിയോ പോയി. ആ വീഡിയോ ഇതാണ്, മ്യൂസിക് ഇതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്കണമെങ്കിൽ ഫേവറേറ്റ് ആക്കാം. അല്ലെങ്കിൽ യൂസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മ്യൂസിക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട മ്യൂസിക് ഇതല്ല, മൈ മ്യൂസിക്കിനകത്ത് പോയിട്ട് ഈ ഒരു മ്യൂസിക്കാണ് ആഡ് ചെയ്യേണ്ടത്. യൂസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക, ഏത് ഭാഗത്താണ് വേണ്ടതെന്ന് നോക്കുക. ഇതല്ല, കുറച്ചങ്ങോട്ട് പോകണം. എനിക്ക് ഏത് ഭാഗമാണ് വേണ്ടത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കുക. ഈ ഭാഗമാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് ഞാൻ വോളിയം ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂട്ടൊക്കെ വേണ്ടത് ചെയ്യാം. പിന്നെ ഫെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ വോളിയം കുറഞ്ഞ് കൂടി മെല്ലെ ആ ഒരു രീതിയിലാക്കിയെടുക്കുന്നത്. കണ്ടില്ല, മെല്ലെയാണ് സൗണ്ട് കൂടി വരുന്നത്. അതുപോലെ ഫെയ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ അവസാനം മെല്ലെ സൗണ്ട് കുറഞ്ഞു പോകുന്ന രീതിയിൽ, അങ്ങനത്തെ ഒരു എഫക്റ്റാണത്. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മ്യൂസിക് അവിടെ ആഡായി. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക് അനുസരിച്ചാണല്ലോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ മ്യൂസിക്കിൽ ഫസ്റ്റ് ഈ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് തുടക്കം വരേണ്ടതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഫസ്റ്റായി. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. ഈ വീഡിയോനകത്തുള്ള ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് താഴോട്ടേക്ക് നീക്കി കഴിഞ്ഞാലും അത് ഡിലീറ്റ് ആവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഒന്നും കൂടി ഒന്ന് സ്ലോ ആക്കണം. അപ്പോൾ സ്പീഡ് ആക്കുക, റെഗുലറിനകത്ത് ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് ഈ ഭാഗം എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇതാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ലാപ്സ് ആണ്. അപ്പോൾ ഞാൻ ഈ മ്യൂസിക് തൽക്കാലത്തേക്കൊന്ന് ഓഫാക്കി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഈ 3ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൈം ലാപ്സ് ആണ്. അതായത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കിത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന പോലെ എനിക്ക് വരണം. ഇനി റിവേഴ്സ് ചെയ്യണം. ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ അത് റിവേഴ്സായി. ഓക്കെ, എന്നിട്ട് എനിക്ക് ഈ ഒരു ഭാഗം സൂര്യൻ ഇങ്ങനെ മുകളിലോട്ടേക്ക് വരുന്ന ഭാഗത്താണ് വരണമെങ്കിൽ ആ ഭാഗം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്പ്ലിറ്റ് വെക്കുക, എന്നിട്ട് ഈ ഭാഗം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കണമെങ്കിൽ റെഗുലർ വെക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ഒരു 1.76 ആണ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഈ ലാഗ് വരും. സോ അങ്ങനെ കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗം എനിക്ക് ഒരു ബ്ലാക്ക് വന്നിട്ടുള്ള രീതിയിലാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ +ഐക്കൺ ഞെക്കാം. എന്നിട്ട് ഈ ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആയിട്ട് വരുന്നതാണ്. അത് ഇതിൻ്റെ ഡ്യൂറേഷനാണിത്. നമുക്ക് ഒരു സെക്കൻഡോളം ആ ബ്ലാക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡോളം ഇങ്ങനെ ബ്ലാക്ക് ആയി വരുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു സിനിമാറ്റിക് ലുക്ക് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ വോളിയം കൂട്ടി കാണിച്ചു. ഈ ഭാഗം കുറച്ചൊന്ന് സൂം ചെയ്ത് വരണം. സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൂം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സൂമിനൊക്കെ കാണും, അതിൽ സൂമായി വരുന്നതാണ്. നോക്കിക്കോളൂ, കണ്ടില്ല, നല്ല സൈറ്റുണ്ട്. ഇനിയിപ്പം എനിക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നീല കളറിൽ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഓട്ടോയിലാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ എക്സ്പോർട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ മാനുവൽ ക്ലിക്ക് ചെയ്തിട്ട്
നിങ്ങൾക്ക് നിങ്ങൾ ഷൂട്ട് ചെയ്തത് 180p സോ സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാപ്പോഴും 180p വരിക, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയിട്ട് 4K ആക്കാം. പക്ഷേ നോർമലി 180p ആണ് നല്ലത്. പിന്നെ 13ൽ ഈ ഒരു ബിറ്റ് റേറ്റ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോയിലിട്ടാൽ ഒന്നും പേടിക്കേണ്ട, ഓട്ടോമാറ്റിക്കലി അവർ തന്നെ നോക്കിക്കോളും. എന്നിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാവുന്ന സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോനകത്ത് വെറും സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതല്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ഇപ്പോൾ മാസ്കിങ്, ബ്ലെൻഡിങ്, ക്രോമാക്കി, അതുപോലെ തന്നെ കളർ ഗ്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.